ഹായ്, ഞാൻ മൗളി ബക്കർ. അപ്പോൾ ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഇഡ്ഡലി സാമ്പാർ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി. കഷ്ണമൊക്കെ ഞാൻ രാത്രിയൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇഡ്ഡലി പിന്നെ ബീൻസ് തോരന്, മുരിങ്ങയ്ക്ക വേവിച്ച് വെച്ചത്, മുട്ട പുഴുങ്ങാൻ, നമ്മുടെ സാമ്പാറിന് ഉള്ള ഉള്ളിയും തക്കാളി വെളുത്തുള്ളി കുറച്ച് ഉലുവ ഇട്ട് വേവിച്ചേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പ് വെന്ത്, ബീൻസ് തോരനുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കഞ്ഞിക്ക് വെള്ളം വെച്ച് എണ്ണ ചൂടായി അല്ലെങ്കിൽ നമുക്ക് ഉപ്പേരിക്കുള്ള ഇത് നോക്കാം അല്ലേ. ഉപ്പേരി അടുപ്പത്ത് വെച്ചിരിക്കുമ്പോഴത്തേക്കും കഞ്ഞിക്കുള്ള വെള്ളം തിളയ്ക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അരി കഴുകിയിടാം. അപ്പോൾ ഉപ്പേരിക്ക് ഉള്ളി മുളകും ഒന്ന് വാട്ടി ബീൻസും ഇട്ട് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് തേങ്ങ കുറച്ച് കഴിഞ്ഞിട്ട് ഇടുന്നുള്ളേ. വെള്ളം ചൂടായി. അപ്പോൾ നമുക്ക് അരി കഴുകിയിട്ടാലോ. അപ്പോൾ നമ്മുടെ പരിപ്പൊന്ന് നല്ലോണം കടഞ്ഞെടുക്കാം കേട്ടോ. ഒന്ന് ഉടച്ച തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി. ഞാൻ ഇത് ഈ ശക്തീൻ്റെ സാമ്പാർ പൊടി കേട്ടോ ഇവിടെ ഞാൻ വാങ്ങാം. നല്ല പൊടിയാട്ടോ, നന്നായിട്ടുണ്ടാകും. സാമ്പാർ പൊടി തീർന്നു, അതാ കവറിൽ അവിടെ എടുത്തുകൊണ്ട് വന്നേ. അപ്പോൾ അത് പൊട്ടിച്ചിടാൻ. അപ്പോൾ നമ്മുടെ ചോറ് വിസിൽ വരാനായിട്ടോ. ഇത് റേഷനരിയാണ്. ഒറ്റ വിസിൽ വന്നോളൂ മതി. പിന്നെ ഒറ്റ വിസിൽ വന്നാൽ അതിൻ്റെ ആവി പോകുമ്പോഴത്തേക്കും ചോറ് കറക്റ്റായിരിക്കും കേട്ടോ. ഒന്ന് കണ്ണ് തെറ്റിയാൽ കുഴഞ്ഞു പോകും. അങ്ങനെ നമ്മൾ സാമ്പാറിനുള്ള മസാല ചൂടാക്കിയിട്ട് നമ്മുടെ കഷ്ണങ്ങളും ഇട്ട് കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കായവും ഇട്ടാൽ നമ്മുടെ സാമ്പാർ റെഡി. കുറച്ച് ഉപ്പും കായവും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ചോറ് വാർത്തു. നമ്മളെ ചട്നിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉപ്പേരി, ചോറ് റെഡി, സാമ്പാർ റെഡി, ഉപ്പേരി റെഡി, മുട്ട പുഴുങ്ങിയത് റെഡി, ഇഡ്ഡലിക്കുള്ളത് റെഡിയാകാൻ പോകുന്നു. ഇഡ്ഡലി അടുപ്പത്ത് വെച്ച്. അപ്പോൾ ഇനി ചട്നിയും കൂടെ അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി അത് വെന്തുകൊണ്ടിരിക്കുന്നു. ചട്നി റെഡിയായി.